ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയെ പറ്റിയിട്ടാണ്. സൈക്കോളജിയിലെ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ഫീൽഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഒരു സൈക്കോളജിസ്റ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ, എന്റെ ഒന്ന് മുഖം നോക്കിയിട്ട് എന്നെ പറ്റി പറയാവുന്നായിരിക്കും ചോദിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്റെ കൈ നോക്കിയിട്ട് എന്റെ പേഴ്സണാലിറ്റി ഒന്ന് പറയാവുന്നായിരിക്കും അല്ലേ ചോദിക്കുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റായ ധാരണയാണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഖം നോക്കി പറയുന്നവരോ കൈ നോക്കി പറയുന്നവരോ അല്ല. അവരെന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി തന്നെ നമ്മുടെ മനസ്സിനെയും ബിഹേവിയറിനെയും പറ്റി പഠിക്കുന്ന ആൾക്കാരാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. സൈക്കോളജി ചെയ്യുന്നതും അത് തന്നെയാണ്. സൈക്കോളജി ഒരു മനുഷ്യന്റെ മൈൻഡും ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ കോഗ്നിറ്റീവ് പ്രോസസ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ഏരിയ ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജി ഒരു അംബ്രല്ല ടേം ആയിട്ട് നിന്ന് കുറെ ഡിഫറെന്റ് ഫീൽഡ് ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സൈക്കോളജിക്കൽ ഏരിയയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ബയോ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, അങ്ങനെ വിവിധ തരങ്ങൾ സൈക്കോളജി ഉണ്ട് ഇല്ലേ? ഇപ്പോ എഡ്യൂക്കേഷണൽ സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷന്റെ പർപ്പസിൽ എങ്ങനെയാണ് സൈക്കോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുന്ന ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജി എടുത്താലോ, ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള അവരുടെ ആ ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏരിയ ആണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദിവസവും പറയുന്ന ഈ ആൻസൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് അങ്ങനെയുള്ള അസുഖങ്ങളെ പറ്റി പറയുന്നത്, അതിന്റെ കോസസ് എന്തൊക്കെയാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഏരിയ ആണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജിയെ പറ്റിയിട്ടാണ്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കടന്നു പോകുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വല് എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രസൻസിൽ അവരുടെ ബിഹേവിയർ, അവരുടെ തോട്ട്സ്, അവരുടെ ആക്ഷൻസ്, ഫീലിങ്സ്, അവരുടെ തിങ്കിങ് പ്രോസസ് എല്ലാം എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രസൻസിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് എന്ന് പറയുന്നതാണ് സോഷ്യൽ സൈക്കോളജി. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വീട്ടിൽ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ചിന്തകളും തോട്ട്സും ഫീലിങ്സും ആക്ഷനും ഒന്നും ആയിരിക്കില്ല നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ മറ്റുള്ള കുറെ ആൾക്കാർ കാണും. അവിടെ മറ്റുള്ളവരുടെ പ്രസൻസിൽ നമ്മുടെ ചിന്തകൾ വേറേതായിരിക്കും, നമ്മുടെ ബിഹേവിയർ വേറെയായിരിക്കും, നമ്മുടെ ആക്ഷൻസ് വേറേതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു ഏരിയ ആണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. സോഷ്യൽ സൈക്കോളജിയിൽ തന്നെ പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. അതിൽ ഒരു ഏരിയ ആണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തായിരുന്നു. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ആക്ഷൻസ്, ഫീലിങ്സ് എല്ലാം എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രസൻസിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് എന്ന് നോക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു. അപ്പം ആ പർട്ടിക്കുലർലി ബിഹേവിയർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രസൻസിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതെന്ന് പറയുന്നതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ സോഷ്യൽ ഇൻഫ്ലുവൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസും നോമേറ്റീവ് ഇൻഫ്ലുവൻസും. ഇൻഫോർമേഷണൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിൽ കൂടെ തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. എക്സാമ്പിൾ ഇപ്പം ചോദിക്കുകയാണ്, സൈക്കോളജിയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഫീൽഡ് ഏതാണെന്ന് ചോദിക്കുക. അപ്പൊ എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ പറയാണ് ക്ലിനിക്കൽ സൈക്കോളജി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫീൽഡ്, ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയാം. അപ്പൊ എനിക്ക് ആ ഇൻഫോർമേഷൻ കുറവാണ്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഫീൽഡ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നു ക്ലിനിക്കൽ സൈക്കോളജി ആണെന്ന്. അപ്പോൾ എനിക്ക് ആ ഇൻഫോർമേഷൻ ലാക്ക് ആയതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് ശരിയെന്ന് വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇനി നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ നേരത്തോ, നോമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കാൻ നേരത്ത് ബാക്കിയുള്ള ആൾക്കാരും കൂടെ നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നു, ഒരു അഭിപ്രായം ചോദിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഒരേ അഭിപ്രായം പറയുന്നു. അപ്പം എനിക്ക് വേറെ ഒപ്പീനിയൻ ആണെങ്കിൽ പോലും മറ്റുള്ളവർ എന്നെ ആ ഒപ്പീനിയൻ പറഞ്ഞ് ഇഷ്ടപ്പെടത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്ത് അവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ സൈക്കോളജി വരുന്ന മെയിൻ കുറെ കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺഫോമിറ്റി. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ നോമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ കൺഫോമിറ്റി എന്ന് പറയാൻ നേരത്ത് ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ എന്താണോ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺഫോമിറ്റി എന്ന് പറയാം.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മളിപ്പം ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കൂടെ കൺഫേം ആകാൻ വേണ്ടി, മെജോറിറ്റിയുടെ കൂടെ കൺഫേം ആകാൻ വേണ്ടി നമ്മളും ആ ഡ്രസ് പാറ്റേൺ തന്നെ ഫോളോ ചെയ്യും. അല്ലാതെ ബാക്കി എല്ലാവരും കോട്ടും സ്യൂട്ടും ഇടുമ്പോൾ നമ്മൾ സാരി ഉടുത്തോണ്ട് പോകാൻ ശ്രമിക്കാറില്ല. എന്തിനാ, അവരിൽ നിന്നും ഡിഫറെന്റ് ആകാതിരിക്കാൻ അവരുമായിട്ട് കൺഫേം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതിനെയാണ് നമ്മൾ കൺഫേമിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് കംപ്ലൈൻസ്. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാലോ, കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ ഒരാൾ ഒരു റിക്വസ്റ്റ് ചോദിക്കുകയാണ്. അപ്പം ആ റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് കംപ്ലൈൻസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ കംപ്ലൈൻസ് ബിഹേവിയറിന് കുറെ ടെക്നിക്സ് ഉണ്ട്. അതിലെ മെയിൻ 2 ടെക്നിക്ക് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. അതും എക്സാമ്പിൾ വഴി തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഈ സെയിൽസ്മാൻ എപ്പോഴും വരും ഇല്ലേ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് പിള്ളേരൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അവർ വന്നിട്ട് പറയാണ്, ചേച്ചി ഇതൊരു 2000 രൂപയുടെ കുക്കറാണ്, ചേച്ചി ഇത് എടുത്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എന്ത് പറയും, മോനെ വേണ്ട മോനെ, എന്റെ വീട്ടിലുണ്ട് ഓൾറെഡി കുക്കറുണ്ട്, അപ്പൊ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ അവരെന്ത് പറയും, അവര് ഒരു ചെറിയൊരു സോപ്പ് എടുത്തിട്ട് പറയും, ചേച്ചി ഇതിന് 30 രൂപയേ ഉള്ളൂ, ഇത് ഒന്ന് എടുക്കുമെന്ന് ചോദിക്കും. അപ്പം ഓൾറെഡി നമ്മൾ വലിയൊരു കാര്യം അവർ ചോദിച്ചു, അത് നമ്മൾ റെഫ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്തോർക്കും, ഓ നമ്മൾ മറ്റേതും എടുത്തില്ല എന്നാ ഇതെങ്കിലും എടുക്കാന്ന് പറയും ഇല്ലേ. അങ്ങനത്തെ ബിഹേവിയർ ആണ്, അങ്ങനത്തെ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഡോർ ഇൻ ദ ഫേസ് ടെക്നിക്ക് എന്ന് പറയാം. പിന്നെ വേറൊരു ടെക്നിക്കാണ് ഫൂട്ട് ഇൻ ദ ഡോർ എന്ന് പറയും. നമ്മൾ ഡോർ ഇൻ ദ ഫേസിൽ പറഞ്ഞത് വലിയ റിക്വസ്റ്റ് ചോദിച്ചു, അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു, അപ്പൊ ചെറിയ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഫൂട്ട് ഇൻ ദ ഡോർ എന്ന് പറയാൻ നേരത്തോ അതും എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇപ്പോ ഞാൻ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അപ്പോ എൻ്റെ അടുത്ത് ഞാൻ ഒരു ട്രിപ്പിന് പോകാൻ പോകുന്നു. ഞാൻ നെയ്ബറിനോട് പോയി പറയും, ഞാൻ ഒരു ട്രിപ്പിന് പോവാ, എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, നിങ്ങൾ അതൊന്നും വെള്ളം ഒഴിക്കുമെന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും ഓക്കെ ഞാൻ വെള്ളം ഒഴിക്കാം എന്ന് പറയും. അപ്പം ഒരു ചെറിയ റിക്വസ്റ്റ് അവർ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയും, എന്റെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ ഇവിടെ ഇല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞേക്കണം, എന്റെ വീടും കൂടെ ഒന്ന് നോക്കിയേക്കണേ എന്ന് പറയും. അപ്പം ഓൾറെഡി അവർ ചെറിയ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന വലിയ റിക്വസ്റ്റും കൂടെ അവർ അക്സെപ്റ്റ് ചെയ്തു പോകും. അതിനെയാണ് നമ്മൾ ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് പറയാം. അപ്പൊ കംപ്ലൈൻസ് പറഞ്ഞു, കംപ്ലൈൻസിന്റെ 2 ടെക്നിക്സും പറഞ്ഞു. ഇനി ഒരു കോൺസെപ്റ്റ് ആണ് ഒബീഡിയൻസ്. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പേരിൽ തന്നെ ഉണ്ട്, ഒബേ ചെയ്യുക. ഇപ്പൊ ഒരു അതോറിറ്റി ഫിഗറിലുള്ള ഒരു വ്യക്തി ഒരു കാര്യം വന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒബേ ചെയ്യുന്നതിനെയാണ് ഒബീഡിയൻസ് എന്ന് പറയാം. അതും എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോ ഞാനിപ്പോ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ പ്രിൻസിപ്പൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിൻസിപ്പൾ അനൗൺസ് ചെയ്യാണ്, നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് അവർ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക, ഒന്നും പഠിപ്പിക്കേണ്ട, കുട്ടികളെ ഫുൾ സൈലന്റ് ആക്കി ഇരുത്താൻ പറയാം. പക്ഷെ ഞാൻ ചിലപ്പോൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് സാറ് പറഞ്ഞതുകൊണ്ട്, സാർ ഒരു അതോറിറ്റി ഫിഗർ ആയതുകൊണ്ട് സാറ് പറഞ്ഞ കാര്യത്തിന് എനിക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഞാൻ അതേപടി ഒബേ ചെയ്യും. അതിനെയാണ് ഒബീഡിയൻസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സോഷ്യൽ സൈക്കോളജി പറഞ്ഞു, സോഷ്യൽ സൈക്കോളജിയുടെ ഉള്ളിലെ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ മെയിൻ 3 കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു, കൺഫോമിറ്റി, ഒബീഡിയൻസ് ആൻഡ് കംപ്ലൈൻസ്. പറഞ്ഞെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. താങ്ക് യു.